ചെന്നൈയിൽ കാൾ മാർക്സിന്റെ പ്രതിമ സ്ഥാപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ്നാട് നിയമസഭയിൽ പറഞ്ഞു. CPM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് തമിഴ്നാട് സർക്കാർ തീരുമാനം. സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചു. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ കാൾ മാർക്സിൻ്റെ സ്റ്റാച്ചു വെക്കണമെന്നുള്ള ഒരാവശ്യമാണ് തമിഴ്നാട് പാർട്ടി ഘടകം തമിഴ്നാട് മുഖ്യമന്ത്രിയോട് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചത്. അതിപ്പോൾ അംഗീകരിച്ചുകൊണ്ട് നിയമസഭയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിക്കുകയും ചെയ്തു. மார்க்ஸ் ஏங்கல்ஸ் எழுதிய கம்யூனிஸ்ட் கட்சி அறிக்கையை முதலாக தமிழில் மொழிபெயர்த்து 1931ஆம் ஆண்டு வெளியிட்டார் தந்தை பெரியார் அவர்கள். அத்தகைய மாமேதை மார்க்ஸ் அவரது உருவச்சிலை தமிழ்நாட்டின் தலைநகரான சென்னை மாநகரில் அமைக்கப்படும் என்ற மகிழ்ச்சியான அறிவிப்பை இம்மாமண்டலத்தில் அறிவிப்பதில் பெருமகிழ்ச்சி அடைகிறேன். 100 ஆண்டுகளுக்கு முன்பே தொழிற்சங்க இயக்கம் கோலோச்சிய இந்த சென்னை மாநகரில் அந்த மாமேதையின் சிலை அமைவது പൊരുത്തമാണത് എന്ന് ഞാൻ കരുതുകയാണ്. തത്വചിന്തകൻ കാൾ മാർക്സിന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് CPM സംസ്ഥാന കമ്മിറ്റി കത്ത് നൽകിയിരുന്നു. കാൾ മാർക്സിന്റെ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ. എന്തായാലും പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുമ്പോൾ തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കാൾ മാർക്സിന്റെ പ്രതിമ സർക്കാർ ചെലവിൽ ചെന്നൈയിൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. இந்த நிகழ்ச்சியில் பங்கேற்க வருகிற நிலையில் இன்று காலை தமிழ்நாடு சட்டப்பேரவையில் கார்ல் மார்க்ஸுக்கு சிலை அமைக்கப்படும் என்கிற மகிழ்ச்சியான அறிவிப்பை முதல்வர்கள் வெளியிட்டிருக்கிறார்கள். மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சியின் மாநில குழுவின் சார்பில் முதலமைச்சருடைய இந்த அறிவிப்பை மற்றற்ற மகிழ்ச்சியுடன் நாங்கள் வரவேற்றிருக்கிறோம். எங்களுடைய கோரிக்கையை ஏற்று இந்த அறிவிப்பை வெளியிட்ட முதலமைச்சர் அவர்களுக்கு கட்சியின் மாநில குழுவின் சார்பில் நன்றி தெரிவித்துக் கொள்கிறேன். CPIM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഹൃദയംഗമായ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് വേട്ട, മറുഭാഗത്ത് ചരിത്രത്തെ നശിപ്പിക്കാനുള്ള ശ്രമം. ഇതിനെല്ലാം ഇടയിലാണ് തമിഴ്നാട്ടിൽ കാറൽ മാർക്സിന്റെ പ്രതിമ ചെന്നൈയിൽ തന്നെ, അതും തലസ്ഥാന നഗരിയിൽ തന്നെ വരുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.